ഈ ഡോഗ് ഒരു കാർപ്പറ്റിനടിയിൽ എന്തോ മണത്ത് കണ്ടുപിടിക്കുന്നു. ഇതൊരു മിലിറ്ററി ഡോഗാണ്. ഇവന്റെ പേരാണ് മാക്സ്. അവിടെ മറഞ്ഞു നിൽക്കുകയായിരുന്ന ഒരാൾ മാക്സിനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നു. ഭാഗ്യത്തിന് പെട്ടെന്ന് അവിടേക്ക് മാക്സിന്റെ ഹാൻഡലറായ കയ്യിൽ വന്ന് അയാളെ തടയുന്നു. എന്നിട്ട് അവർ കാർപ്പറ്റിനടിയിൽ നോക്കുമ്പോൾ വലിയൊരു ആയുധശേഖരം കാണുന്നു. ഒരു ദിവസം മാക്സും ഒരു സംഘം പട്ടാളക്കാരും ഒരു മിഷന്റെ ഭാഗമായി പോയിക്കൊണ്ടിരിക്കുന്നു. എന്തോ അപകടം തോന്നിയ മാക്സ് നടക്കുന്നത് നിർത്തുന്നു. പക്ഷേ ക്യാപ്റ്റൻ അവനെ മുന്നോട്ട് നടക്കാൻ പറയുന്നു. പെട്ടെന്ന് ഒരാൾ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നു. മാക്സിനെ രക്ഷിക്കാനായി കയ്യിൽ മുന്നോട്ടോടുന്നു. അതേസമയം ശത്രുക്കൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. തനിക്ക് ഫയർ കവർ തരാൻ കയ്യിൽ ക്യാപ്റ്റനോട് പറയുന്നു. പക്ഷേ ക്യാപ്റ്റൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ആ സംഭവത്തിൽ കയ്യിൽ മരണപ്പെടുകയും ചെയ്യുന്നു. ക്യാപ്റ്റൻ കയ്യിലിനെ ഹെൽപ്പ് ചെയ്യാത്തത് കൊണ്ട് മാക്സ് ക്യാപ്റ്റനെ നോക്കി ഭയങ്കരമായി കുരയ്ക്കുന്നു. ക്യാപ്റ്റൻ അതിനെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു സോൾജർ വന്ന് ക്യാപ്റ്റനെ തടഞ്ഞ് മാക്സിനെ രക്ഷിക്കുന്നു. കയ്യിലിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് അവർ മാക്സിനെ കൊണ്ടുവരുന്നു. കയ്യിലിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു മാക്സ്. അവൻ കയ്യിലിന്റെ ശവപ്പെട്ടിയിൽ കെട്ടിപ്പിടിച്ച് അതിന് താഴെ തന്നെ കിടക്കുന്നു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം മാക്സ് ഭയങ്കരമായി പേടിക്കുകയും അഗ്രസീവ് ആവുകയും ചെയ്യുന്നത് കൊണ്ട് മിലിറ്ററി അതിനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അതറിഞ്ഞ് കയ്യിലിന്റെ ഫാമിലി മാക്സിനെ അഡോപ്റ്റ് ചെയ്യുന്നു. ആരോടും അടുപ്പം കാണിക്കാത്ത മാക്സ് കയ്യിലിന്റെ അനിയൻ ജസ്റ്റിനുമായി പെട്ടെന്ന് അടുക്കുന്നു. കയ്യിലിനെ പോലെ അവൻ ജസ്റ്റിന്റെയും പ്രിയപ്പെട്ടവനായി മാറുന്നു.